പ്രമാദമായ പല കേസുകൾക്കും തുമ്പുണ്ടാക്കിയത് പലരും നിസ്സാരമെന്ന് തള്ളിക്കളഞ്ഞേക്കാവുന്ന സൂചനകളാണ്. 2006 നടന്ന ഒരു കേസ് തെളിയിച്ചത് ഒരു ചത്ത പൂച്ചയാണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ മതിയാകൂ. ഒരു സ്ത്രീയെ കൊന്ന കേസിൽ കൊലപാതകയെ കുടുക്കിയത് പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. 2008 ജൂൺ 6 ആലപ്പുഴ കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ കിഴക്ക് വശത്തായുള്ള വയലിൽ പുല്ല് ചെത്താൻ എത്തിയതായിരുന്നു ഒരു സംഘം തൊഴിലാളികൾ. ജോലിക്കിടെ അവർ വയലിലെ വെള്ളക്കെട്ടിൽ 2 കാലുകൾ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു. അവർ ഉടൻ തന്നെ കരിയിലക്കുളങ്ങര പോലീസിനെ വിവരമറിയിച്ചു. 50-നും 60-നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത്. വയറ് കീറി കുടൽമാല പുറത്തു വന്ന നിലയിലായിരുന്നു മൃതദേഹം. കൊടുത്തിരുന്ന സാരി കൊണ്ട് കൈയും കാലും കെട്ടി മധ്യഭാഗത്ത് ഒരു വേലിക്കല്ല് കെട്ടിവെച്ചിട്ടുണ്ട്. ബ്ലൗസ് കൊണ്ട് കഴുത്തിന്റെ ഭാഗത്തും കല്ല് കെട്ടിവെച്ചിട്ടുണ്ട്. മൃതദേഹം പൊങ്ങി വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് അധികം തല പൊക്കിക്കേണ്ടി വന്നില്ല. ദേശീയപാതയോട് ചേർന്നുള്ള പുരയിടത്തിൽ കൂടി ഈ വയലിലേക്ക് കടക്കാൻ കാർ പോകുന്ന വഴി മാത്രമാണുള്ളത്. കൊലപ്പെടുത്തിയ ശേഷം വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളിയതാകാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ നിഗമനം. സമീപ പ്രദേശത്തുള്ള സ്ത്രീകൾ ആരുമല്ല മരണപ്പെട്ടതെന്ന് പോലീസിന് അന്വേഷണത്തിൽ നിന്ന് ബോധ്യമായി. സ്ത്രീയെ കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും കണ്ടെത്താനേ കഴിഞ്ഞില്ല. അവരുടെ വായിൽ ഒരു പല്ല് പോലും ഇല്ലായിരുന്നു. കൃത്രിമ പല്ലാണ് ഉപയോഗിച്ചിരുന്നത്. വായിൽ പല്ലില്ലാത്ത ഒരു സ്ത്രീയെ കാണാനില്ലെന്ന് എറണാകുളത്തു നിന്നും ഫോൺ സന്ദേശം പോലീസിന് ലഭിച്ചിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടെങ്കിലും കണ്ടെത്തിയ മൃതദേഹം ആ സ്ത്രീയുടേതല്ലെന്ന് വ്യക്തമായി. ഡിവൈഎസ്പി KM ആന്റണി, CI ഹരികൃഷ്ണൻ, SI മനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയലിന് സമീപം അസ്വാഭാവികമായി മറ്റൊന്നും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൃതദേഹം കിടന്ന വയലിന് സമീപത്തായി ഒരു സർപ്പക്കാവുണ്ട്. അവിടെ നിന്നും എന്തോ ദുർഗന്ധം വമിക്കുന്നു. ഒരു ചത്ത പൂച്ചയുടെ ജഡം പോലീസ് കണ്ടെത്തുന്നു. ജഡം കുഴിച്ചിടാൻ ആരോ മുന്നോട്ട് വന്നിരുന്നു. പെട്ടെന്നാണ് CI ഹരികൃഷ്ണന് എന്തോ സംശയം തോന്നാൻ തുടങ്ങിയത്.